നമസ്കാരം. ഞാൻ ബോസ്കോ കളമശ്ശേരി. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി മെട്രോൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ മുന്നിലാണ്. കോടികൾ ചെലവഴിച്ച് കൊച്ചി മെട്രോ പണിത പല സ്റ്റേഷനുകളും ഇപ്പോഴും ഉപയോഗശൂന്യമാണ്. ജീവൻ പണയം വെച്ചിട്ട് വേണം കൊച്ചി മെട്രോയിലൂടെ യാത്ര ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ആണോ? ഞങ്ങളൊക്കെ യാത്ര ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് കമൻ്റ് ഇടുന്ന എല്ലാവരും എളംകുളം മെട്രോ സ്റ്റേഷൻ്റെ താഴെ പോയി നോക്കണം. അതായത് ആലുവ മുതൽ എറണാകുളം സൗത്ത് എറണാകുളം ഗ്രൗണ്ട് ബസ് മെട്രോ സ്റ്റേഷൻ വരെയുള്ള പണി ആദ്യ ഗഡുവിൽ തീർക്കുകയും രണ്ടാമത്തെ ഗഡു KMRL മേൽനോട്ടത്തിൽ പണിയുകയും ചെയ്തു. അപ്പോൾ കടവന്ത്ര കഴിഞ്ഞ് എളംകുളം മെട്രോ സ്റ്റേഷൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ഉള്ള ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണണം. കാരണം ഇതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ഇങ്ങനെ കെട്ടിവെച്ചേക്കുക. നമുക്ക് എന്തായാലും അവിടം വരെ ഒന്ന് പോയി കണ്ടിട്ട് ബാക്കി പറയാം. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ കൊണ്ട് തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ആലുവ മുതൽ അങ്ങ് കൊച്ചി മെട്രോ പണിതുപോയ മെട്രോ പില്ലറുകളുടെ അടിയിൽ ഈ കനത്തിനാണ് പൊക്കം. എളംകുളം മെട്രോ സ്റ്റേഷൻ്റെയൊക്കെ അവിടെ 13 പേരാണ് ഒറ്റക്കടയിലേക്ക് മാത്രം ഇടിച്ചു കയറി മരണപ്പെട്ടത്. ഇപ്പോഴും യാതൊരുവിധ നടപടികളുമില്ല. കാരണം രാജ്യത്തെ നിയമങ്ങൾ അറിയാവുന്ന, നിയമങ്ങൾ പാലിക്കേണ്ട മുൻ ADGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയാണ്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി വിശദീകരിച്ച് തരാം. മോശയുടെ വടി കഴുത്തിലിട്ടിട്ട് വളച്ചു നോക്കിയപ്പോൾ ഒറിജിനലാണ് വിറ്റോ എന്ന് മോൺസൽ മാവുങ്കലിന് അത് വിറ്റോളാൻ പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ മനുഷ്യനാണ് ഇതിൻ്റെ ഈ കൊച്ചി മെട്രോൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ ഈ തലപ്പത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് നടപടി വന്നാലും ഒരു ചുക്കും സംഭവിക്കൂല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇനിയും കഥ ഇവിടെ കൊണ്ടും തീർന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നോർത്ത് മേൽപ്പാലത്തിൽ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ നടത്തിയ പാലത്തിൻ്റെ നിർമ്മാണം, ശ്രീധരൻ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ഏറ്റവും തലപ്പത്ത് പാലം പൊളിക്കാൻ അവസാന വാക്ക് പറയേണ്ട ശ്രീധരൻ്റെ മേൽനോട്ടത്തിൽ പണിത നോർത്ത് മേൽപ്പാലം കേരള ഹൈക്കോടതി ജഡ്ജി, പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രി വരുന്നതും പോകുന്നതും എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിച്ച് വരുന്നു പോകുന്നു ഒക്കെ ചെയ്യുന്നതും ഈ പാലത്തിൽ വേണം. ഈ പാലത്തിൻ്റെ അവസ്ഥയും നിങ്ങളൊന്ന് കാണണം. ഇത്രയുമൊക്കെ സംഭവവിപുലമായ വികാസങ്ങൾ അല്ലെങ്കിൽ നാടിൻ്റെ വികസനമാണല്ലോ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണല്ലോ ഇത് പണിതത് എന്ന് ഞാൻ പറയില്ല. അശാസ്ത്രീയ നിർമ്മാണങ്ങൾ നടത്തിയ അല്ലെങ്കിൽ നടത്താൻ മേൽനോട്ടം വഹിച്ച ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ നാളെ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ജീവൻ ഇതേപോലെ റോഡിൽ പൊലിഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.